പെട്രോൾ പമ്പുകളിൽ നിന്ന് കന്നാസുകളിൽ ഇന്ധനം നൽകുന്നത് വിലക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിൽ വെട്ടിലായി കർഷക തൊഴിലാളികൾ. കാർഷിക യന്ത്രങ്ങളും മറ്റും ഉപയോഗിക്കുന്നവരും കാട് വെട്ടുന്നവരും ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് ഇന്ധനം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം പമ്പുകളിൽ നിന്ന് വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്കോ അല്ലെങ്കിൽ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള കാനുകളിലേക്കോ മാത്രമേ ഇന്ധനം നൽകാവൂ എന്ന് കർശന നിയന്ത്രണമുണ്ട്. ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ. ഇങ്ങനെ വാങ്ങുന്ന ഡീസൽ മറിച്ചു വിൽക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. എന്നാൽ കാർഷിക മേഖലയിൽ അടക്കം പെട്രോളിലും ഡീസലിലും പ്രവർത്തിക്കുന്ന നിരവധി ഉപകരണങ്ങളാണ് കർഷകരടക്കം തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്. കന്നാസുകളിൽ പെട്രോളും ഡീസലും ലഭിക്കാതായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് കർഷക തൊഴിലാളികൾ. കുപ്പികളിലും കന്നാസുകളിലും പെട്രോൾ ഡീസൽ നൽകരുതെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് വയനാട്ടിലുള്ള കർഷകരെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ട്രാക്ടർ, ട്രില്ലർ എന്നിവ ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളൊക്കെ കുപ്പികളിലും കന്നാസുകളിലുമാണ് പെട്രോൾ ഡീസൽ വാങ്ങിക്കൊണ്ടുപോകുന്നത്. ഇത് വലിയ തോതിൽ കർഷകരെ ബാധിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ അവശ്യ സാധന നിയമപ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതോടെ പമ്പുടമകൾ വാഹനങ്ങളിലല്ലാതെ ഇന്ധനങ്ങൾ കൊടുക്കാൻ പാടില്ലെന്ന് ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ മരം വെട്ടുന്നവരും കാടുകൾ വെട്ടി ഉപജീവനമാർഗം കണ്ടെത്തുന്നവരും ഉൾപ്പെടെ ഇന്ധനം ലഭിക്കാതെ പമ്പുകളിൽ നിന്നും തിരികെ മടങ്ങിയ കാഴ്ചയാണ് പലയിടത്തും ഉള്ളത്. ധാരാളം തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.